فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. റമളാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റമളാനിലെ നോമ്പ് അത് പാപങ്ങൾ പുറത്തു തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മഗ്ഫിറത്തുണ്ട് എന്നുള്ളത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടായിട്ട് പ്രത്യേകം പറഞ്ഞു. മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു, ഈമാനൻ വഹ്തിസാബൻ, അയാള് ശരിയായ വിശ്വാസമുള്ള ഒരാളാണ്. വിശ്വാസമില്ലാത്ത ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അല്ലാഹു സ്വീകരിക്കില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു അൽളംആനു മാഅ. വിശ്വാസമില്ലാത്ത കാഫിറായ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് അയാൾക്ക് ഉപകരിക്കാൻ പോകുന്നില്ല പരലോകത്ത്. അയാളുടെ പ്രവർത്തനങ്ങൾ അതേതുപോലെയാണ്? മരീചികയിൽ ഒരു മരീചിക പോലെയാണ്. ദാഹാർത്തനായ ഒരാൾ കരുതും അത് വെള്ളമാണ്, പക്ഷെ അത് വെള്ളമല്ല, അത് മരീചികയാണ് എന്നതുപോലെ ഇതൊരു നല്ല പ്രവർത്തനമാണ്, എന്നെ തുണക്കുമെന്നെങ്കിലും എന്നയാൾ പ്രതീക്ഷിക്കും. അത് അയാളെ ഒരു നിലക്കും പിന്തുണക്കില്ല, അയാൾക്കൊരു ഉപകാരം ചെയ്യില്ല. അതുകൊണ്ട് ഈമാൻ ഇത് നമ്മുടെ അടിസ്ഥാന യോഗ്യതയാണ്. ഈമാനോട് കൂടിയാണ്. വഹ്തിസാബൻ, രണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ ഇഹ്തിസാബുമാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുന്ന കർമ്മമാകണം, മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടാകരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുന്ന കർമ്മങ്ങളാകയാൽ അത് അള്ളാഹു അനുശാസിച്ച രൂപത്തിൽ റസൂലുള്ള കാണിച്ചു തന്നിട്ടുള്ള അതേ രൂപത്തിലല്ലാതെ മാറ്റങ്ങൾ വരുത്താതെ സുന്നത്തനുസരിച്ചുമായിരിക്കണം. ഇങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ദുനിയാവിൽ അള്ളാഹ് മറച്ചു പിടിച്ചു കൊടുത്തു. ഇനി പരലോകത്ത് വരുമ്പോൾ അള്ളാഹു അത് ചികഞ്ഞന്വേഷിക്കില്ല എന്നു മാത്രമല്ല, അതിന്മേൽ അയാൾ അനുഭവിക്കേണ്ടതായിരുന്ന ശിക്ഷ അയാൾക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് റമളാൻ മാസത്തെ നോമ്പിന്റെ പ്രത്യേകത.